Hello students, we are going to conclude theorem 6. Here we have obtained a family of functions f from x to 0, 1 corresponding to I, which is a countable subset of countable set in Urysohn. Countable subset of Urysohn. Countable, which distinguishes points and points from closed sets. So, we will prove point in closed set prove space T1 ആയതുകൊണ്ട് automatically distinguishes points from closed sets എന്നുള്ളത് കിട്ടുകയും ചെയ്യും. This family f from x to 0, 1 corresponding to the index set I, which is countable. I Urysohn Vm closure subset of Vn satisfy ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Urysohn. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് countable ആയി. Family distinguishes points and points from closed sets. So, we have the evaluation function is an embedding from x to product yi എന്നുള്ള theorem ഉണ്ട്. അപ്പോൾ നമ്മുടെ evaluation എവിടെ നിന്ന് family of functions എല്ലാം x ൽ നിന്ന് to product yi എന്ന് പറയുന്നത് ഇപ്പോൾ എന്താവും product yi equal to product of closed interval 0, 1 an element of i വെച്ച് അല്ലെ ഈ from x to 0, 1 power 0, 1 ന്റെ പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും 0, 1 പവർ i എന്ന് എഴുതാം. ഇവിടുത്തെ i എന്നാ കൗണ്ടബിൾ കൂടിയാണ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്യൂമറബിൾ ആണ്, എന്യൂമറേറ്റ് ചെയ്യാം. എന്യൂമറബിൾ ആണെങ്കിൽ അതിനെന്നാ പറയും, ഇതൊരു ഹിൽബർട്ട് ക്യൂബാണ്. i കൗണ്ടബിൾ ആയതുകൊണ്ട് ഈ evaluation is a function from x to Hilbert cube. So, the space x can be embedded to embedding from x to Hilbert cube. So, x can be embedded to the Hilbert cube. Space is embedded into the Hilbert cube. Second countable T3 ആണെന്ന് തരുവാണെങ്കിൽ അതുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ഇങ്ങനെ i ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെ അതുകൊണ്ടാണ്. സെക്കൻഡ് കൗണ്ടബിൾ T3 സ്പേസ് ആയതുകൊണ്ടാണ്. എല്ലാം വേണം. നോർമാലിറ്റിയുടെ T3 ഉണ്ടെങ്കിൽ നോർമാലിറ്റിയുടെ റെഗുലർ പ്ലസ് ലിൻഡൽ ഓഫ് നോർമൽ, അങ്ങനെ നോർമൽ വന്ന് നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷനൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എംബഡിങ് ഉണ്ട്, എംബഡഡ് ഇൻ ടു ദ ഹിൽബർട്ട് ക്യൂബ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. തിയറം ഈസ് ഓവർ ആൻഡ് ആസ് എ corollary of the theorem there comes the Urysohn's metrization theorem, which is more important than this theorem. For the proof of Urysohn's metrization theorem you have to state and prove the proof of theorem 6. ഇതിന് വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ theorem അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടി വരും. A space is embedded into the Hilbert cube if and only if it is second countable and T3. Theorem 6ന്റെ immediate corollary ആണ് Urysohn's metrization theorem. A second countable space is metrizable if and only if it is T3. ഇതിലൊരു പാർട്ടിന് ഇതൊന്നും ആവശ്യമില്ല, സെക്കൻഡ് കൗണ്ടബിളും ആവശ്യമില്ല. A second countable space is metrizable if and only if it is T3. Metrizable space ആണെങ്കിൽ metrizable ഒരു പാർട്ട് ആദ്യത്തെ പാർട്ട് അസ്യൂം ചെയ്യുന്നു. metrizable space എന്ന് പറഞ്ഞാൽ മെട്രിക് സ്പേസ് ആണ്. metrizable implies T4 ആണെങ്കിൽ പിന്നെ T3 ആണ്. അപ്പോൾ metrizable space whether it is second countable or not, അവിടെ സെക്കൻഡ് കൗണ്ടബിലിറ്റിയുടെ ആവശ്യം പോലും ഇല്ല. metrizable space ആണെങ്കിൽ അത് T3 ആണ് എന്ന് ഉറപ്പായി, ഒരു പാർട്ടായി. കോൺവേഴ്സ്ലി നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ലെറ്റ് സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ്, എപ്പോഴും ആ സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണ്. സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിന് മെട്രൈസബിലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് T3. സ്പേസ് എടുക്കുന്നത് തന്നെ സെക്കൻഡ് കൗണ്ടബിൾ ആണ്. കോൺവേഴ്സ്ലി ലെറ്റ് ദ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ്, countable space പേരുണ്ട്, എളുപ്പമുണ്ട്, അതുകൊണ്ട് വേണം നമുക്ക് x എന്ന് വിളിക്കാം. കോൺവേഴ്സ്ലി ലെറ്റ് ദ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എക്സ് ബി T3. ഇത് സ്പേസ് തന്നിരിക്കുന്നത് തന്നെ സെക്കൻഡ് കൗണ്ടബിൾ എന്നാണ്. അതാണേലും അല്ലെങ്കിലും മെട്രൈസബിൾ ആണെങ്കിൽ T3 ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ സെക്കൻഡ് കൗണ്ടബിലിറ്റിക്ക് ആവശ്യമില്ല. ഇനി സെക്കൻഡ് കൗണ്ടബിളും T3 ആണെങ്കിൽ മെട്രൈസബിൾ ആണ്, സെക്കൻഡ് കൗണ്ടബിൾ ആണ്, T3 ആണ് കോൺവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ അസംഷൻ. സെക്കൻഡ് കൗണ്ടബിൾ പ്ലസ് T3 plus T3 implies metrizable. ഇതാണ് അടുത്തത് നമുക്ക് വേണ്ട പ്രൂഫ്. implies metrizable എന്നാണ് നമുക്ക് വേണ്ടത്.
സെക്കൻഡ് കൗണ്ടബിൾ T3 സ്പേസ് തന്നിരിക്കുമ്പോൾ നമുക്ക് തിയറം 6 അപ്ലൈ ചെയ്യാം. അതിൻ്റെ കോൺവേഴ്സ് പാർട്ടിലെ അസംഷൻ സെക്കൻഡ് കൗണ്ടബിളും T3 ആകുമ്പോൾ എന്നാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്പേസ് ക്യാൻ ബി എംബഡഡ് ഇൻ ടു ദ ഹിൽബർട്ട് ക്യൂബ്. ഇപ്പോൾ സെക്കൻഡ് കൗണ്ടബിൾ പ്ലസ് T3 അസംഷൻ ദാറ്റ് ഇംപ്ലൈസ് എക്സ് സ്പേസ് എന്ന് വിളിച്ചാൽ എക്സ് ക്യാൻ ബി embedded into Hilbert cube. Embedded into Hilbert cube. Theorem 6 ഉപയോഗിച്ചു. ഈ theorem ഉപയോഗിച്ചു. അപ്പോൾ എന്താ? Embedded into the Hilbert cube. The Hilbert cube is metrizable. Hilbert cube എന്ന് പറഞ്ഞാൽ 0 1 പവർ I ആണ്. 0 1 റിയൽ ലൈൻ്റെ സബ്സെറ്റ് metrizable. Metrizability is a productive property. 0 1 power I metrizable. ഇത് metrizable ആണ്. Hilbert cube metrizable ആണ്. ഇനി metrizability hereditary ആണ്. അതിൻ്റെ സബ്സ്പേസ് metrizable ആണ്. സബ്സ്പേസ് ഓഫ് Hilbert cube metrizable ആണ്. Metrizability productive ആണ്. hereditary ആണ്. അപ്പോൾ 0 1 ഉള്ളതുകൊണ്ട് 0 1 ക്രോസ് 0 1 ക്രോസ് അതിനുണ്ട്. 0 1 പവർ ആയിക്കുള്ളതുകൊണ്ട് അതിൻ്റെ സബ്സ്പേസ് ഏതെടുത്താലും അതിനുണ്ട്. സബ്സ്പേസ് ഓഫ് Hilbert cube metrizable and so X can be embedded into Hilbert cube. X is homeomorphic to subspace of Hilbert cube and so X is metrizable. അങ്ങനെ X metrizable ആണ് എന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. metrizable. Second countable space is metrizable if and only if it is T3. ആദ്യത്തെ പാർട്ടിന് metrizable സെക്കൻഡ് കൗണ്ടബിലിറ്റി ആവശ്യമില്ല, metrizable ആണ് T3. metrizable എന്ന് പ്രൂവ് ചെയ്യാൻ സെക്കൻഡ് കൗണ്ടബിളും T3യും വേണം. സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് T3 മീൻസ് ഇറ്റ് ക്യാൻ ബി എംബഡഡ് ഇൻ ടു ദ Hilbert cube. Hilbert cube metrizable ആണ്. Hilbert cubeന്റെ സബ്സ്പേസും metrizable ആണ്. Hilbert cubeന്റെ സബ്സ്പേസിനോട് ഹോമിയോമോർഫിക് ആണ് നമ്മുടെ സ്പേസ് എക്സ്. എംബഡിങ്ങേ ഉള്ളതുകൊണ്ട് സബ്സ്പേസിനോട് ഹോമിയോമോർഫിക് ആണ്. Hilbert cubeന്റെ സബ്സ്പേസിനുള്ള metrizability സ്പേസ് ഹോമിയോമോർഫിക് ആണ്. പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ട് ഹോൾഡ് ചെയ്യും. എക്സും metrizable ആണ് എന്ന് കിട്ടി. അപ്പോൾ ആ സെക്ഷൻ തീർന്നു. ഇനി അടുത്തത് കോമ്പാക്ട്നെസ്സിൻ്റെ ഒരു സെക്ഷനാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ചെയ്യാനുള്ളത്. അതും ഇത്രയും പോലും പോർഷൻസ്